ഗായ്സ്, അപ്പോൾ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവനെ കുറിച്ചാണ്. ഇവൻ ആദിത്യൻ. അവൻ്റെ മെയിൻ പ്രത്യേകത അല്ലെങ്കിൽ അവൻ്റെ കഴിവെന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുക, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതാണ് അവൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ. ഈ വെളുത്തുള്ളി ഒലിയുന്നത് നമ്മളെ ദേവനാണ് കേട്ടാ. അവൻ്റെ മെയിനായിട്ടുള്ള കഴിവെന്ന് വെച്ചാൽ എത്ര ഡൗൺ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മളെ പ്രശ്നം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ കണ്ണാടി വെച്ചിട്ട് ചിക്കനൊക്കെ കട്ട് ചെയ്യുന്നത് വിഷ്ണു ആണ്. അവൻ്റെ മെയിൻ കഴിവെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ ഇല്ലാത്ത ഉത്തരങ്ങൾ ഉണ്ടാവില്ല. നമ്മൾക്കുള്ള എത്ര വലിയ ഡൗട്ടാണെങ്കിലും അവൻ്റെ കയ്യിൽ അതിന് ഉത്തരം ഉണ്ടാവും. ഇത് വിജിത്താണ്. ആള് നന്നായിട്ട് ചിത്രം വരക്കും കേട്ടോ. അതേപോലെ നല്ല രീതിയിൽ എന്താ പറയുക, ബാൻഡും ചെണ്ടയൊക്കെ കൊട്ടുന്ന ആളാണ്. എൻ്റെ ഇപ്പുറം നിൽക്കുന്നത് സ്റ്റേജാണ്. പുള്ളിക്കാരി നല്ല ടാലൻറ്റഡ് ആയിട്ട്, അതായത് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും, ഫുഡ് കണ്ടാൽ അപ്പോൾ കമിഴ്ന്ന് വരുന്ന ആളാണ്. പക്ഷെ അവൾ അങ്ങനെ ഓവറായിട്ട് ഫുഡൊന്നും കഴിക്കും. നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മുടെ ഗോപികയില്ല കേട്ടാ. അവളെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം കത്തു, പക്ഷെ ആള് നൈസാണ്. ഇതേപോലെ എല്ലാവരും പരസ്പരം മനസ്സിലാക്കാൻ അവൾക്ക് പെട്ടെന്ന് പറ്റും. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ എല്ലാവർക്കും തണുത്ത് വിറച്ചിങ്ങനെ എന്താ പറയുക, അത്രക്കും തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കാതെ കേട്ടാ. അങ്ങനെ നമ്മ ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ചായ വന്നിട്ടുണ്ട് കേട്ടാ. ദേവനെല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചായയും കുടിച്ച് വർത്താനവും പറഞ്ഞിട്ട് നേരെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ രാത്രിയാകുമ്പോൾ ശ്രീരാഗൻ്റെ റിക്ഷയിൽ ഞങ്ങൾ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് യൂനോ കാർഡ് വെച്ച് യൂനോ ഒക്കെ കളിച്ചു കേട്ടോ. നമ്മൾ എല്ലാവരും പല പല സ്ഥലത്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കാണലും കുറവാണ്. കൊച്ചി, കൊല്ലം, ബാംഗ്ലൂർ, ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഇടയിൽ എല്ലാവരും. ഒരു വർഷത്തിന് ശേഷം കാണുന്ന കുറേ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. പക്ഷെ എന്നാലും പഴയതുപോലെ ബോണ്ടിങ് ഇപ്പോഴും നമ്മളെ ഇടയിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ NSSൻ്റെ എക്സ് കോർ കമ്മിറ്റികളായിരുന്നു ഞങ്ങളെല്ലാവരും. എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷം വലിയൊരു പാത്രത്തിൽ ഫുഡ് കഴിക്കും. രാത്രി ചുക്ക് കാപ്പിയും നല്ല സ്നാക്സൊക്കെ കഴിക്കുന്നതാണ് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടി വെച്ചാൽ. അതൊക്കെ നന്നായിട്ട് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂനോ കാർഡൊക്കെ കളിച്ച് രാത്രി ആകുമ്പോൾ എല്ലാവരും കൂടിച്ച് ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ പ്ലാനിങ് നേരെ മാറി. രാവിലെ എണിച്ചിട്ട് റെഡി ആയിട്ട് ഒരു ചായയും കൂടി വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിരുന്നു. അതും കൂടി കുടിച്ച ശേഷം നേരെ ഞങ്ങൾ കടപ്പുറത്തേക്ക് പോകാമെന്ന് പ്ലാനാക്കി. അങ്ങനെ നേരെ ശ്രീരാഗിൻ്റെ റിക്ഷയിൽ വീണ്ടും കടപ്പുറത്തേക്ക് പോകാമെന്ന് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പാടെ തന്നെ മൈൻഡ് ചെറുതായിട്ടൊരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞാനത് അത്ര കാര്യം